ഹലോ. ആ ഹലോ ചേട്ടാ, മോഹൻ ചേട്ടൻ പിന്നെ വിളിച്ചോ? എന്താടി? അത് ചേട്ടാ, ഞാനല്ല ഐഡിയ പറഞ്ഞു തന്നത്. അതും വിശ്വസിച്ച് വളയിട്ട് കൊടുക്കാൻ നോക്കിയപ്പോ മോഹൻ ചേട്ടൻ അടിയിട്ടിട്ടുണ്ടാവോ? ടെൻഷൻ ആയതുകൊണ്ടാ ഞാൻ വിളിച്ചേ. പറ ചേട്ടാ, മോഹൻ ചേട്ടൻ പിന്നെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് നിന്നോട് നേരിട്ട് പറയാം. തൽക്കാലം നീ ഫോൺ വെക്ക. അയ്യോ, അപ്പൊ പ്രശ്നമായല്ലേ? നേരിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? ഹലോ ചേട്ടാ. ഓ, കുറച്ച് സമയം കൂടി അവൾ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കട്ടെ. നിനക്ക് ചായ വേണ്ടേ? അടുക്കള വന്ന് എടുത്ത് കുടിക്കാൻ പറ്റില്ലല്ലോ, നിന്റെ കൈ കൊണ്ട് തരണമല്ലോ. വേറൊരു വീട്ടിൽ കയറി ചെല്ലണ്ട പെണ്ണ. നിന്റെ ഈ സ്വഭാവമൊക്കെ പെട്ടെന്ന് മാറ്റിക്കും. എനിക്ക് ചായ വേണ്ട. അതെന്താ? കോളേജിൽ നിന്ന് വന്നിട്ട് നീ ചായ കുടിച്ചില്ലല്ലോ. ചേട്ടൻ ഇന്ന് എന്നെ തല്ലു കൊല്ലു അമ്മേ. എന്തിന്? അത് നീ എന്തെങ്കിലും കുറ്റക്കേട് ഒപ്പിച്ചു വെച്ചോ? ഇല്ല. പിന്നെന്തിനാ അവൻ നിന്നെ തല്ലി കൊല്ലൂന്ന് പറഞ്ഞേ? എന്താടി സത്യം പറ. അവിടെ നിക്കടി. അവിടെ നിക്കാനാ പറഞ്ഞേ? എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. അവൻ വന്നാ അറിയാം. 7 മണി കഴിഞ്ഞല്ലോ. പാറു എന്താ വരാത്തെ? നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവള് വന്നോളൂ. അവളെ കുറിച്ച് ഓർക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഹാഫ് സാരി ഉടുത്ത് സൈക്കിളിൽ പോകുന്ന വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ നിങ്ങൾ ഈ ടൗണിൽ കണ്ടിട്ടുണ്ടോ? അവളെ ഇത് നാട്ടിൻ പുറത്തുനിന്ന് വന്നതാണെന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അങ്ങനെയുള്ള പെൺകുട്ടികളെയാ തെമ്മാടികൾ നോട്ടം വെക്കുന്ന. ഓ എന്റെ പൊന്നു മീരെ, നാട്ടിൻ പുറത്തുനിന്ന് വന്നവളാണെങ്കിലും നമ്മളെക്കാളൊക്കെ മിടിക്കുക അവള്. നീ എത്ര കാലം ഈ ടൗണിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി ആയല്ലോ. എന്നിട്ട് നിന്റെ പുറകെ ഏതെങ്കിലും ഗന്ധർവന്മാര് വന്നോ? അതില്ല. പാറൂനൊരു പ്രശ്നം വന്നാ അവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ MD ആയ കൈലാസ് സാർ തന്നെ ഓടിയെത്തും. നിനക്കും എനിക്കും ജെനിഫറിനും ഒക്കെ ഒരു പ്രശ്നം വന്നാ ആരെങ്കിലും ഓടി വരുവോ? കൈലാഷ് സാറ് മാത്രമല്ല, അവളുടെ സുഖവിവരം അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രിയനും വിളിക്കാറില്ലേ? വൈകുന്നേരം 5 മണി വരെ അവളുടെ കൂടെ ഗാർമെന്റ്സിൽ ജോലി ചെയ്യുന്ന ആളാ. ജോലിയും കഴിഞ്ഞു വന്ന് കുളിച്ച് ആഹാരം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ഇടയില് അവക്ക് എന്താ വിശേഷം ഉണ്ടാവാനാ? എന്നിട്ടും അയാള് വിളിച്ച് അന്വേഷിക്കുന്നില്ലേ? ആയിഷ പറഞ്ഞതുപോലെ നമ്മള് 3 പേരും ഇവിടെ ചാവാൻ കിടന്നാ പോലും ആരെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിക്കുവോ? അതാ ഞാനും പറയുന്നത്. അവളെ കുറിച്ചോർത്ത് ഒരു ടെൻഷനും വേണ്ട. നമ്മളെ കുറിച്ചോർത്ത ടെൻഷൻ അടിക്കേണ്ടത്. പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു പോരെ. എന്താ എല്ലാരും കൂടി ഇവിടെ വന്നിരിക്കുന്നെ? നീ എന്താ വൈകിയതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് ചോദിക്കേണ്ട കാര്യമില്ലെന്നാ ആയിഷയും ജെനിഫറും പറയുന്ന. ഇതെന്താ വെള്ളവളകള്? ഓ, ജോലിക്ക് പോകുന്നവര് നീ വാങ്ങിച്ചിട്ടതാണോ? അതോ ഗന്ധർവൻ തന്ന വളകൾ ഉടഞ്ഞു പോയത് കൊണ്ട് ഗന്ധർവൻ വേറെ വാങ്ങി തന്നതാണോ? ഗന്ധർവൻ കാണാൻ എങ്ങനെയാ? ഗന്ധർവനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട് ഞങ്ങളുടെ മനസ്സില്. ആരെ ആകർഷിക്കുന്ന രൂപം, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, സ്നേഹത്തോടെയുള്ള സംസാരം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആള്. നീ എപ്പോഴും കാണാറുള്ള ആള് തന്നെയാണോ? ഗന്ധർവനെ കണ്ടപ്പോ ഇയാളായിരുന്നോ ഗന്ധർവനെന്ന് ചോദിച്ച് നീ അന്തം വിട്ടോ? എന്താടി നീ ഒന്നും പറയാത്ത? ഇന്നും അയാൾ നിന്നെ പറ്റിച്ചോ? പറ്റിച്ചതാണോന്നൊന്നും എനിക്കറിയില്ല. എന്നുവെച്ചാ നീ ഒന്ന് തെളിച്ചു പറ. വെള്ള ഷർട്ടിട്ട് ആരും വന്നില്ലേ? വന്നു. ആര്? ഒരു ഗന്ധർവനെ പ്രതീക്ഷിച്ചപ്പോ ഒന്നിനു പുറകെ ഒന്നായി 3 ഗന്ധർവന്മാര്. ഒന്നെടുത്ത 2 ഫ്രീ. നിങ്ങൾക്ക് ചിരി, എന്റെ സങ്കടം എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ എത്ര സന്തോഷത്തോടെയാ ഇവിടുന്ന് പോയത്. സിൽവർ ജൂബിലി പരിപാടിയുടെ അന്നും എന്നെ പറ്റിച്ചു, ഇന്നും എന്നെ പറ്റിച്ചു. അപ്പൊ ഈ വളകളോ?
ഗന്ധർവൻ തന്ന വളകൾ എന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയില്ലേ, അതെന്റെ അശ്രദ്ധ കാരണല്ലേ. അയാൾ എന്നോട് പിണങ്ങിയിട്ടുണ്ടാവും. വെള്ള വളകൾ വാങ്ങിയിട്ടാലെങ്കിലും അയാൾ എന്റെ മുന്നിൽ വരുമായിരിക്കും. ഇത് ഞാൻ തന്നെ വാങ്ങിയിട്ടതാ. നീ വിഷമിക്കാതിരിക്കടേ, അയാള് വരും. നിന്റെ മുമ്പിൽ വരാതിരിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാള് നിന്നെ തന്നെ ഓർത്തോണ്ടിരിക്കുമായിരിക്കും. നീ വാ, നമുക്ക് റൂമിലേക്ക് പോവാം. വാ. ഈ കാശ് സാറിന്റെ കയ്യിൽ വെച്ചാ മതി. പാറു, സാർ ഇത് വാങ്ങ്. അയ്യോ സാർ, ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ പിന്നൊരു ദിവസം വരാം. ഒറ്റ നിമിഷം കൊണ്ടാ എല്ലാം കീഴ്മേലും അറിഞ്ഞത്. നീ എന്നിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. അമ്മ എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ആർക്കും എന്റെ മനസ്സറിയണ്ട, എന്റെ സങ്കടങ്ങൾ അറിയണ്ട. ഞാൻ ഇന്ന് ഇവിടെ വരുന്നത് ഡാഡിയുടെ കമ്പനി ഇനിയും ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊന്നുമല്ല. നിന്നെ കാണാൻ വേണ്ടിയാ. നിന്നെ കാണാൻ വേണ്ടി മാത്രം. എന്നിട്ടും നീ എന്നെ അകന്നു പോകുമ്പോ എനിക്കറിയില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. എങ്ങോട്ടും നില്ലാതെ ഓടിപ്പോവാൻ തോന്നുന്നു എനിക്ക്. ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പാറു. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല. ആർക്കും അറിയില്ല. ആർക്കും അറിയാൻ വേണ്ട. അമ്മ ചെയ്ത തെറ്റിന് നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്ന പാറു? മുക്ത ചെയ്ത തെറ്റിന് നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നേ? എനിക്കെന്റെ സങ്കടങ്ങള് ആരോടെങ്കിലും പറയണം. പണവും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ മറന്ന് ഒരു സാധാരണക്കാരനെ പോലെ ആരുടെയെങ്കിലും മുന്നില് എനിക്കെന്റെ മനസ്സ് തുറന്നു വെക്കണം. ആരുടെയെങ്കിലും ഒരു ആശ്വാസവാക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പ്രിയനെ വിളിക്കാം. അവനാ കറക്റ്റ്. എന്റെ സങ്കടങ്ങള് പ്രിയന് എളുപ്പത്തിൽ മനസ്സിലാവും. കൈലാഷ് സാർ എന്താ ഈ നേരത്ത്? ഹലോ കൈലാഷ് സാർ. ഹലോ പ്രിയൻ. പ്രിയൻ ഉറങ്ങിയോ? ഇല്ല സാർ, ഈ സമയത്ത് സാറിനെ വിളിക്കാറില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ സാർ? അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ എനിക്ക് പ്രിയനെ നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. ഞാനിപ്പോ തന്നെ വീട്ടിലേക്ക് വരാം സാർ. ഞാൻ വീട്ടിലല്ല, ഗാർമെന്റ്സിലാ. ഗാർമെന്റ്സിലോ? ഈ സമയത്തോ? ഒക്കെ നേരിട്ട് പറയാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രിയനൊന്ന് ഇവിടെ വരെ വരാമോ? ഒരു ബുദ്ധിമുട്ടുമില്ല സാർ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി.